അവസാനം അതും നടന്നു. ഞങ്ങളിത് മുമ്പേ പ്രവചിച്ചതാണ്. ഏഷ്യാനെറ്റിനെ ന്യൂസ് ചാനലിനെ മറികടന്ന് 24 ഒരു ദിവസം മുമ്പിലെത്തുമെന്ന് ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ്. അത് സംഭവിച്ചിട്ട് ഇപ്പം 4 ആഴ്ച കഴിയുന്നു. ഇതാ വീണ്ടും അടുത്ത വാർത്തകൾ വരുന്നു. 2ാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ട ഏഷ്യാനെറ്റ് 3ാം സ്ഥാനത്തേക്ക് പിന്നെയും പിന്തള്ളപ്പെട്ടിരിക്കുന്നു. റിപ്പോർട്ടർ TV 2ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു റേറ്റിംഗിൽ, പ്രേക്ഷക എണ്ണത്തിൽ. കയ്യിലിരിപ്പിൻ്റെ ഗുണമാണ്. കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തും സംഭവിക്കും. കാലത്തിൻ്റെ ചുവരെഴുത്ത് കാണാൻ പഠിക്കുക. കോട്ടിട്ട ജഡ്ജിമാർ, ഏഷ്യാനെറ്റിലെ അതേപോലുള്ള ചാനലുകളിലെ കോട്ടിട്ട ജഡ്ജിമാർ, മാധ്യമ ജഡ്ജിമാർ, പിന്നെ കുറേ സബ്ജക്റ്റ് എക്സ്പേർട്ടുകളെ കൊണ്ടിരുത്തും. ഒരു ശങ്കരൻ വക്കീൽ, ഒരു ഷാജഹാൻ ഭാഗവതർ, പിന്നെ ഒരു പണിക്കർ, പിന്നെ ഒരു ജോസഫ് സി മാത്യു, ഇങ്ങനെ കുറേ പേരുണ്ടല്ലോ സ്ഥിരം അന്തിച്ചർച്ച സ്ഥിരം കമ്മിറ്റി അംഗങ്ങൾ. ഇപ്പം എന്തായി? മാധ്യമ ജഡ്ജിമാരും അന്തിച്ചർച്ച കമ്മിറ്റി അംഗങ്ങളും കൂടി ഈ ചാനലിനെ 3ാം സ്ഥാനത്ത് എത്തിച്ചല്ലോ. സന്തോഷം. കയ്യിലിരിപ്പിൻ്റെ ഗുണം അനുഭവിച്ച് അറിയണം. ഇതുകൊണ്ട് 2ാം സ്ഥാനത്ത് വന്ന ചാനല് അഹങ്കരിക്കരുത്. കാലം മാറി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മലയാള സിനിമ മാറി. പഴയ സിനിമയല്ല ഇന്നത്തെ മലയാള സിനിമ. പുതിയ ചെറുപ്പക്കാർ വന്നു, പുതിയ സിനിമകൾ വരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ സംഘപരിവാർ ചാനലുമായിട്ട് കേരളത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ അതിന് ജനം TV ഉണ്ടല്ലോ. നിങ്ങൾ എന്തിന് സംഘി ചാനലാവുന്നു? ജനം TV അവിടെ ഉണ്ടല്ലോ, അവരവരുടെ ജോലി ചെയ്തോട്ടെ. ഏഷ്യാനെറ്റ് എന്തിന് സംഘിയാവുന്നു? മാതൃഭൂമി എന്തിന് സംഘിയാവുന്നു? മനോരമ പിന്നെ പണ്ടേ CPM വിരുദ്ധമാണല്ലോ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. അതവിടെ നിൽക്കട്ടെ, അവരുടെ പണ്ടേയുള്ള നിലപാടാണ്. ഒരു ജനം TV ഉള്ളപ്പോൾ ഏഷ്യാനെറ്റ് എന്തിന് സംഖ്യയാവണം? മാതൃഭൂമി ചാനൽ സംഖ്യയാവണം. ആയിട്ടിപ്പോൾ എവിടെ എത്തി? 1ാം സ്ഥാനത്ത് നിന്ന് ഏഷ്യാനെറ്റ് 3ാം സ്ഥാനത്ത്, ആദ്യം 2ാം സ്ഥാനത്തായി, ഇപ്പം 3ാം സ്ഥാനത്ത്. 1ാം സ്ഥാനത്ത് 24 ചാനൽ വന്നു, 2ാം സ്ഥാനത്ത് റിപ്പോർട്ടർ TV വന്നു. 3, 4, 5, 6, 7 സ്ഥാനങ്ങളാണ് മറ്റുള്ളവർ പങ്കിടുന്നത്. ഇവിടെ ഞങ്ങൾ തരുന്ന മുന്നറിയിപ്പതാണ്, 24 അഹങ്കരിക്കരുത്. നിങ്ങളും കേരളത്തിൻ്റെ മതേതര മനസ്സ്, വിശാല ഇടതുപക്ഷ മനസ്സ് വിട്ട് നിങ്ങളും പണി തുടങ്ങിയാൽ നിങ്ങൾ നാളെ താഴെ. വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നത്. ഇപ്പം ഈ നേടിയ നേട്ടം ഉണ്ടല്ലോ, 24ൻ്റെ ഈ നേട്ടം, 24 നിലപാട് മാറ്റിയില്ലെങ്കിൽ അധികാരം മുന്നോട്ട് പോകത്തില്ല. റിപ്പോർട്ടർ TVക്കും ഉള്ള മുന്നറിയിപ്പാണ്. നിങ്ങൾ എന്ന് വിശാല ഇടതുപക്ഷ മതേതര പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ മാറുന്നു, അന്ന് നിങ്ങൾ താഴേക്ക് പോരും, താഴെ വീഴും. പുതിയ കളിക്കാര്, പുതിയ മാധ്യമങ്ങൾ കളിക്കളം കൈയടക്കും. മലയാള സിനിമ കൈയടക്കിയതുപോലെ മറന്നു പോകണ്ട. നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്കെല്ലാം കൊള്ളാം. ഏഷ്യാനെറ്റിൻ്റെ അധപ്പതനം ചെറുതല്ല. 1/4 നൂറ്റാണ്ടിലധികം, 30 വർഷം ഈ നാട്ടിലെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ന്യൂസ് ചാനലായിട്ട് നിന്നിരുന്ന ഏഷ്യാനെറ്റ് ഇന്ന് 3ാം സ്ഥാനത്തേക്ക് പോയത് ചരിത്രത്തിൻ്റെ നിയോഗമാണ്. നിങ്ങളുടെ നിലപാടുകൾ എന്ന് മാറിയോ, നിങ്ങൾ അന്ന് മുതൽ താഴേക്ക് പോയി തുടങ്ങി. 30 കൊല്ലത്തോളം 1ാം സ്ഥാനത്ത് നിൽക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല. 24ന് ഈ വലിയ ആനുകൂല്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. 24ന് 30 പോയിട്ട് 25 പോയിട്ട് 10 പോയിട്ട് 5 വർഷത്തിലെങ്കിലും അവർക്ക് 1ാം സ്ഥാനം നിൽക്കാൻ പറ്റിയാൽ അവർക്ക് കൊള്ളാം. കയ്യിലിരിപ്പ് നന്നായ, അല്ലെങ്കിൽ മറ്റുള്ളവർ കളിക്കളം കൈയടക്കാൻ ഇങ്ങോട്ട് പോരും. കാലം മാറി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഇത് ഏഷ്യാനെറ്റിനെ ബാധിക്കുന്നത് വളരെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പരസ്യവരുമാനം കുറയും. പ്രേക്ഷക റേറ്റിംഗ് കുറഞ്ഞാൽ പരസ്യവരുമാനം ഗണ്യമായിട്ട് കുറയും. മുന്നിലെത്തിയ ചാനലുകൾക്ക് കൂടുതൽ പരസ്യം കിട്ടും. അപ്പോൾ പരസ്യവരുമാനമാണ് ഒരു ചാനലിനെ മുന്നിൽ നിർത്തുന്നത്. അവിടെ പണിയെടുക്കുന്ന കോട്ടിട്ട മാധ്യമ ജഡ്ജിമാർക്ക് ശമ്പളം കൊടുക്കുന്നത്, വലിയ ശമ്പളം, ഇതെല്ലാം കൊടുക്കുന്നത് പരസ്യവരുമാനത്തിൽ നിന്നാണല്ലോ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞഞ്ഞാ പറഞ്ഞിരിക്കുകയല്ലേ വേണ്ട, വേറെ മാർഗമുണ്ടോ? കോട്ടിട്ട ജഡ്ജിമാർ, മാധ്യമ ജഡ്ജിമാർ ആലോചിക്കുക, ഈ ചാനലിനെ നിങ്ങൾ ആരൊക്കെയാണ് എവിടെയൊക്കെ എത്തിച്ചു. ഇനി ആകെ വേണ്ടത് അടുത്ത അന്തിച്ചർച്ചയിൽ ഷാജഹാൻ ഭാഗവതർ ഒരു കച്ചേരി കൂടി അങ്ങോട്ട് വയ്ക്കുക. എങ്ങനെയുണ്ടാവും?
ഷാജഹാൻ ഭാഗവതരുണ്ടല്ലോ, നിങ്ങളുടെ സ്ഥിരം അന്തിച്ചർച്ചയിൽ വരുന്ന ആൾക്കാരാണ് ഉണ്ടല്ലോ, ചങ്കരം വക്കീലിൻ്റെ ഒരു പ്രഭാഷണവും പിന്നെ ജോസഫ് സി മാത്യുവിൻ്റെ ഒരു വലിയ ഈ വിദഗ്ധ ഉപദേശങ്ങളും പിന്നെ ഷാജഹാൻ ഭാഗവതരുടെ ഒരു കച്ചേരിയും വെച്ചിട്ട് ഒരു അന്തിച്ചർച്ച ഏഷ്യാനെറ്റ് നടത്തിയാൽ നന്നായിരുന്നു. ഞങ്ങൾക്ക് 24 ന്യൂസിനോടും ഒന്നാമത് ഇപ്പോൾ എത്തിയ 24നോടും ഇപ്പം രണ്ടാം സ്ഥാനത്ത് വന്ന റിപ്പോർട്ടറോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, റിപ്പോർട്ടറെ വെറും മരമുറി ചാനലായിട്ട് വീണ്ടും വിളിപ്പിക്കരുത്. ഈ അന്തിച്ചർച്ചക്കാരെയെല്ലാം അടിച്ചോടിച്ചിട്ട് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അറിയാവുന്നതിനെ കൊണ്ടുവച്ച് ചർച്ച ചെയ്യുക, എങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്കും വരാൻ പോകുന്നത് 24നും ശ്രീകണ്ഠൻ നായരുടെ 24നും ഈ മരമുറിക്കാരുടെ റിപ്പോർട്ടർ ചാനൽ, അഗസ്റ്റിൻ ബ്രദേഴ്സിന്റെ റിപ്പോർട്ടർ ചാനൽ വരാവുന്ന ഗതി ഏഷ്യാനെറ്റിന് വരുന്ന ഗതി തന്നെയാവും, ഒരു സംശയവും വേണ്ട. സൂക്ഷിച്ചാൽ കൊള്ളാം, നാളെ ദുഃഖിക്കേണ്ടി വരില്ല. വിശാല ഇടതുപക്ഷത്തിനെതിരെ മതേതര കാഴ്ചപ്പാടിനെതിരെ സംഘി പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നാൽ അത് കേരളത്തിൽ ഓടത്തില്ല, വിലപ്പോവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഏഷ്യാനെറ്റിൻ്റെ അനുഭവം എല്ലാ ചാനലുകൾക്കും ഒരു പാഠമാവട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാൻ.